ഷഹബാസിന്റെ കൂട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും ഇതുവരെ ഷഹബാസിന്റെ പുഞ്ചിരിക്കുന്ന മുഖം മറക്കാനായിട്ടില്ല. അതോർക്കുമ്പോഴെല്ലാം ഇവരുടെ കൽബിൽ വലിയ വേദന തന്നെയാണ് അത് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഹബാസിന്റെ ഉറ്റ കൂട്ടുകാരനായ അൻഷിഫിനും പറയാനുണ്ട്. ഷഹബാസ് പാവമായിരുന്നു, നല്ലവനായിരുന്നു എന്നുള്ള വാക്കുകളാണ് വേദനയോടുകൂടി കണ്ണീർ വാർത്ത് ഷഹബാസിന്റെ കൂട്ടുകാരനായ അൻഷിഫ് അന്ന് പറഞ്ഞത്. അത് തന്നെയാണ് പാവം നിഷ്കളങ്കനായ ഷഹബാസിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത കേട്ട കൂട്ടുകാർക്കും നാട്ടുകാർക്കുമെല്ലാം ആ വാർത്ത സഹിക്കാനാവാത്ത വാർത്തയായി മാറിയത്. കൂടാതെ ഷഹബാസിൻ്റെ ഉപ്പ പറഞ്ഞ ആ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ, തങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയായിരുന്നെങ്കിൽ അത് തടുക്കാനും അവരെ സഹായിക്കാനും വേണ്ടി ഇവരുടെ പിതാക്കന്മാരും ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായി അദ്ദേഹത്തിന് മനസ്സിലായെന്നും, പക്ഷേ അതൊന്നും സാക്ഷിയായി പറയാനുള്ള ആണത്തമുള്ള ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ള വേദനപ്പെടുത്തുന്ന വാർത്തയാണ് ഷഹബാസിൻ്റെ ഉപ്പ പറഞ്ഞത്. പക്ഷേ അത് നിങ്ങൾക്ക് തന്നെ വലിയ വിനയാകുന്ന കാലം വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുമെന്നുള്ളതും അദ്ദേഹം ഒരു താക്കീതെന്ന നിലയിൽ അതിൽ ഉൾപ്പെടുത്തി. സ്വന്തം മക്കളെയും ചില പിതാക്കന്മാർ വളർത്തിക്കൊണ്ടുവരുന്നത് ഇത്തരത്തിലാണ്. ആരെയും ആക്രമിക്കാനും വകവരുത്തുവാനുമുള്ള ട്രെയിനിങ് നൽകിക്കൊണ്ട് ഇത്തരക്കാരെയെല്ലാം കൊലപാതക കുറ്റം ചുമത്തി തന്നെ ജയിലിലടക്കുകയാണ് വേണ്ടത്. അപ്പോഴേ ഈ നാട് നന്നാകുകയുള്ളൂ. ഷഹബാസിൻ്റെ കൂട്ടുകാരൻ അൻഷിഫ് പാടിയ ഒരു പാട്ട്, അത് കേട്ടവരെയെല്ലാം ഒന്നടങ്കം തന്നെ കരയിച്ചു എന്നുള്ളത്. ഷഹബാസ് ഇടയ്ക്കിടയ്ക്ക് അൻഷിഫിനോട് പാട്ട് പാടി നൽകാൻ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അൻഷിഫ് പാടിയ പാട്ട് കേൾക്കാൻ ഷഹബാസ് മോനില്ലാതായി. അവൻ്റെ വേദന തന്നെയാണ് അൻഷിഫിനെ കൊണ്ട് ഇങ്ങനെ പാട്ട് പാടിച്ചതും. ഏതൊരവസ്ഥയിൽ ഷഹബാസ് തന്നോട് പാട്ടുപാടാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം അവൻ അൻഷിഫ് പാട്ടുപാടി നൽകുമായിരുന്നു. അവനെപ്പോലെ മറ്റാരും എനിക്ക് പകരമായി വരില്ലെന്നും അവനെൻ്റെ ജീവനും പ്രാണനുമായിരുന്നു എന്നുള്ള തരത്തിലേക്കാണ് അൻഷിഫിൻ്റെ വാക്കുകൾ നീങ്ങിയത്. അത് അൻഷിഫ് അവിടെ കാട്ടിയ ആ വികാര പ്രകടനങ്ങൾ മാത്രം മതി എത്രയായിരുന്നു ഇവർ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം എന്ന് മനസ്സിലാക്കാനും മാത്രമുള്ളതാണത്. ഷഹബാസിന് നീതി കിട്ടണം. ഉപ്പ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്നും പരിഗണിച്ചിട്ടില്ല. ഷഹബാസിന് നീതി കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ദാരുണ അന്ത്യങ്ങൾ ഇനിയും ഒട്ടേറെ നമ്മൾ കാണേണ്ടി വരും. ഞാൻ ചോദിക്കുമ്പോൾ ഒക്കെ പാടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ വരികൾ ഉദ്ദേശിച്ചാൽ അപ്പം പാടുമ്പോൾ കേൾക്കാനില്ലല്ലോ എന്നുള്ള രീതിയിലാണ്. നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്, ദാവിട്ടലയ്ക്കുമ്പോൾ കൽവിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്.